കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകളുമായി ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇന്ന് ആമുഖമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് തെറ്റിദ്ധാരണ ഉളവാകരുത്. ഞാൻ സത്യത്തിൽ ഒരു ദുരുപദേശം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാനൊരു ദുരുപദേശകനല്ല, ഞാൻ പറയുന്നത് ദുരുപദേശവുമല്ല. പക്ഷേ ഞാൻ വേദപുസ്തകത്തിലെ ഒരു വചനമെടുത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം പറയാൻ പോകുന്നത് ഇത് ദുരുപദേശമാണ് എന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ദുരുപദേശമായിട്ട് തോന്നിയേക്കാം, ഉപദേശമല്ല. എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുക. നമ്മൾ ദൈവവചനം പഠിക്കുകയും വേണം. ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ചിന്തകൾ പങ്കിടാറുണ്ട്. ഇപ്പോൾ ഞാനൊരു ചിന്ത പറയുന്ന കൂട്ടത്തിൽ ഞാൻ ചില കാര്യങ്ങൾ അതിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിയായിട്ട് നല്ല തുറന്ന മനസ്സോടെ ഇതിൻ്റെ സത്യമൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം, ആർക്കെങ്കിലും അറിയാമെങ്കിൽ. ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ പറയണം. ഞാൻ ആമുഖം നീട്ടുന്നില്ല. ഞാൻ ദൈവവചനത്തിലെ ഭാഗം വായിക്കാം. ഞാൻ വായിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പക്ഷേ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഉയിർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച അന്ന് വൈകുന്നേരം നടന്ന സംഭവമാണ്. വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഇനി 21 മുതലുള്ള വാക്യം, അവിടെ മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് യേശു ഉയർത്തെഴുന്നേറ്റ് ആരോഹണം ചെയ്തതിന് ശേഷം 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് യേശുവിൻ്റെ ഉയിർപ്പിന് ശേഷം 50-ാമത്തെ ദിവസം, ബെന്തക്കോസ്ത നാളിൽ. അതാണ് ബെന്തക്കോസ്ത എന്ന് പറഞ്ഞാൽ 50 എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് അവരോഹണം ചെയ്യുന്നത്, ഇറങ്ങി വരുന്നത്. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലുണ്ട്. പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് കയറി പോകുമെന്നുള്ളതാണ് കാലങ്ങളായി നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ ബെന്തക്കോസ്ത നാളിൽ ഇറങ്ങി വന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ ശിഷ്യന്മാർ, അവർ ഭയന്നിരുന്നതാണ്. അവർ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനെ പറ്റി അവർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് സമാധാനം നൽകുന്നു, അവർക്ക് സന്തോഷമായി. അതെല്ലാം ശരി. എന്നിട്ട് കർത്താവ് പറയുന്നൊരു പ്രസ്താവനയാണ്. അവരുടെ മേലേക്ക് കർത്താവ് ഊതുകയാണ്. ഊതിയിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. അതായത് തൻ്റെ വായിലെ ശ്വാസം, തൻ്റെ വായിലെ ശ്വാസത്തെ അങ്ങോട്ട് ഊതിയിട്ട്, അല്ലെങ്കിൽ ആദമിലേക്ക് ദൈവം ജീവശ്വാസം ഊതി എന്നാണ് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ അങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കും. ഇവിടെ ഇതാ യേശു ക്രിസ്തു സാക്ഷാൽ മഹാദൈവത്തിൻ്റെ പുത്രൻ, അഥവാ മഹാദൈവം തന്നെ മനുഷ്യനായിട്ട്
മാറിയതാണ് യേശു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ യേശു തൻ്റെ ശിഷ്യ സമൂഹത്തിന് നേരെ ഊതിയിട്ട് അവരോട് ആവശ്യപ്പെടുകയാണ്, അവരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അതായത് അതിനർത്ഥം താൻ തൻ്റെ വായിലെ ശ്വാസത്തിൽ, തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായ ആ ശ്വാസത്തിൽ അല്ലെങ്കിൽ ആ വായുവിൽ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് പറയുകയാണ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എന്നിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളാൻ അവർക്ക് യഥാർത്ഥമായി കഴിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസം പത്രോസും കൂട്ടനും നല്ല ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ധൈര്യമൊന്നും ഇത് പറഞ്ഞതിന് ശേഷം ഇല്ല. കാരണം പിന്നീട് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് തിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ ശിഷ്യന്മാരൊരു 6 പേരിവിടെ, മൊത്തം 7 പേര് പിന്തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. മറ്റേ 4 പേര് എവിടെയാണെന്നും അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതുമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇവർക്ക് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്നുള്ളത് അവർക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നോ ഉള്ളത് സംശയമാണ് ആ സന്ദർഭത്തിൽ. പക്ഷേ കർത്താവ് പറയുന്നൊരു കാര്യം, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ഞാനിതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ ഞാൻ വായിച്ചു നോക്കി. അതിലെഴുതിയിരിക്കുന്ന ഇങ്ങനെ തന്നെയാണ്. അതായത് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് പാപങ്ങളെ മോചിക്കുവാനുള്ള അധികാരമുണ്ട്, നിങ്ങൾക്ക് പാപങ്ങളെ നിർത്താനുള്ള അധികാരമുണ്ട്. അതായത് ഒരു വ്യക്തി പാപത്തിൽ തുടരട്ടെ, അദ്ദേഹത്തിൻ്റെ പാപം ഇപ്പോൾ മോചിക്കപ്പെടണ്ട, അങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലയിൽ ഒരധികാരം ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഈ അധികാരം ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതേ നിലയിലല്ല എന്ന് മാത്രം. കാരണം ഹുമനിയോസും അലക്സാണ്ടറും അവർക്ക് നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഹുമനിയോസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും നല്ല മനസ്സാക്ഷി അവർ തള്ളിക്കളഞ്ഞു. അവർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അതായത് വിശ്വാസ കപ്പലിൽ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസം നിൽക്കണമെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം നല്ല മനസ്സാക്ഷിയാണ്. ഈ നല്ല മനസ്സാക്ഷി ഇല്ലാത്ത ചില ആളുകൾ ഞങ്ങൾ ഭയങ്കര വിശ്വാസികളാണെന്ന് പറയും. പക്ഷേ സത്യത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം മനസ്സിലാക്കുമ്പോൾ നല്ല മനസ്സാക്ഷി ഇല്ലെങ്കിൽ എന്താ, അവർക്ക് അവരുടെ വിശ്വാസ കപ്പൽ തുളയുള്ളതാ, അല്ലെങ്കിൽ അത് മുങ്ങിപ്പോകുന്ന സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 19-ാമത്തെ വാക്യം. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. നോക്കുക, പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ഒരു അധികാരം പറയുകയാണ്. അവർ ഇപ്പം നേരെ ആവണ്ട, ഞാൻ അവരെ സാത്താൻ്റെ കയ്യിലേക്ക്, സാത്താൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ സാത്താൻ ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നും ഈ ദൈവദാസന് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്. ചില സന്ദർഭത്തിൽ സാത്താനെ ദൈവം അനുവദിക്കുന്നുണ്ട്. സാത്താൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശത്രുവാണ്. പക്ഷേ ആ ശത്രുവിനെ പോലും ദൈവം തൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. സാത്താൻ അത് ചെയ്തു കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നത് സാത്താനും ദൈവവും ഘടകകക്ഷികളല്ല. പക്ഷെ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി എന്തിനെ ഉപയോഗിക്കും? ഹെരോദാവിനെ തകർക്കാൻ ദൈവം ഒരു കൃമിയെ ഉപയോഗിച്ച്, ബലയാമിനെ നേരെയാക്കാനായിട്ട് ദൈവം ഒരു കഴുതയെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അത് ഏലിയാവ് എന്ന് പറയുന്ന ദൈവദാസന് ആഹാരം കൊടുക്കാനായിട്ട് കാക്കകളെ ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു കഴുതയുടെ പച്ചത്താടിയല്ലാണ് ശിംശോൻ, അതുകൊണ്ടാണ് 1000 കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ശത്രുക്കളെ തകർത്തിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിന് എന്തിനേയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു മത്സ്യത്തെയാണ് യോനയുടെ മാനസാന്തരം, തിമിംഗലം നമ്മൾ പറയുന്നു, അങ്ങനെ ഒരു മത്സ്യത്തെയാണ് യോനയുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ കർത്താവ് എന്തിനെ ഉപയോഗിക്കും?
തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി എന്തിനെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് സാത്താൻ പോലും ചില സന്ദർഭങ്ങളിൽ ദൈവപ്രവൃത്തിയുടെ ഉപകരണമായിട്ട് മാറുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഹ്യൂമെനിയൂസും അലക്സാണ്ടറും അവർക്ക് നല്ല മനസ്സാക്ഷി നഷ്ടപ്പെട്ടു പോയി. നല്ല മനസ്സാക്ഷിയില്ല. നല്ല മനസ്സാക്ഷി ഇല്ലാത്തതുകൊണ്ട് വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിശ്വാസിയെ പോലെ ജീവിക്കുക. ഇപ്പോൾ യഥാർത്ഥ വിശ്വാസികളാന്ന് പേരേ ഉള്ളൂ, നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക, നാമധേയ പേരേ ഉള്ളൂ അവിശ്വാസികളാണ്. പക്ഷേ വിശ്വാസ കപ്പൽ തകർന്നു പോയതാ. ഇത് പൗലോസിന് വെളിപ്പാടുണ്ട്. ഈ ആരുടെ വിശ്വാസ കപ്പലാ തകർന്നു പോയെന്നും ആരാ ശരിയായിട്ട് നടക്കുന്നതെന്നൊക്കെ ഒരു അഭിഷക്തനായിരുന്ന പൗലോസിന് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ പലർക്കും അന്ന് കഴിയാൻ വയ്യാത്തതുകൊണ്ട്, അതിനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട്, ആ നിലയിലുള്ള ആത്മീക വളർച്ച ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഭക്തരാണെന്നും എല്ലാവരും വിശ്വാസികളാണെന്നും എല്ലാവരും ദൈവമക്കളാണെന്നും എല്ലാം പറഞ്ഞ് നമ്മളങ്ങ് ഈ പൊടിയിട്ടങ്ങ് നടക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വിവേചനപരമുള്ള അതേ ദൈവിക അഭിഷേകം യഥാർത്ഥമായി അകത്തുള്ള, അല്ലെങ്കിൽ അഭിഷേകം ഉണ്ടെന്ന് പേര് പറയുകയല്ലാതെ ശരിയായിട്ട് അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ശരി, ആരാണ് പോക്ക് കേസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലന് അതറിയാൻ കഴിയും. തൻ്റെ ജീവിതത്തിലെ കുറവ് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, പിന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അത് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ താൻ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം സാത്താൻ്റെ ദൂതനെ കൊണ്ട് എനിക്ക് കുത്തു തരുന്നു എന്ന് പറയുന്നുണ്ട്. നോക്കുക, അഭിഷിക്തനായ 14 ലേഖനങ്ങൾ, 13 ലേഖനങ്ങൾ തെളിച്ചും എബ്രായ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയാൽ 14 ലേഖനങ്ങൾ. തീർത്തും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എങ്കിലും 14 ലേഖനം, അല്ലെങ്കിൽ 13+1 ലേഖനം, അല്ലെങ്കിൽ 13 ലേഖനം, 14 തന്നെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ എഴുതിയതായിട്ടുള്ള പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹം പറയാണ്, എനിക്കൊന്ന് ശരിയാവാൻ ചില സന്ദർഭത്തിൽ ദൈവം എന്നെ എനിക്കിടയ്ക്ക് ഓരോ കുത്തുന്നു തരാൻ, ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ എനിക്ക് തരാൻ സാത്താൻ്റെ ദൂതനെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? അത് നല്ലതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ വെളിപ്പാടുകൾ എനിക്ക് ഒത്തിരിയുണ്ട്, എന്നിട്ട് ഞാനങ്ങ് നിഗളിയായിട്ട് ഞാൻ ഈ നിലത്തൊന്നുമല്ലാതെ ഞാനിങ്ങനെ അങ്ങ് ഉയർന്നു പോയാൽ അത് വലിയൊരു അഭിഷക്തൻ്റെ ഒരു സാക്ഷിയാണ് പറയുന്നത്. ഞാൻ ഈ നിലത്ത് ചവിട്ടാതെ ഞാനിങ്ങനെ മേലോട്ടങ്ങ് പൊങ്ങുന്ന ഒരു അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നുണ്ട്. വെളിപ്പാടങ്ങ് ഒത്തിരി കൂടുമ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു കുത്തു തരാൻ ദൈവം സാത്താനെ എൻ്റെ ദൂതനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ തനിക്ക് പരിഭവമില്ല. അതൊന്നും മാറാനായിട്ട് താൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചെന്നും താൻ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു എന്ന് ദൈവം മറുപടി കൊടുത്തു എന്നാണ് അവിടെ താൻ എഴുതി വെക്കുന്നത്. അതായത് നീ അപ്പോഴൊരു ബലഹീനാവുന്നുണ്ടല്ലോ, ബലഹീനാവാൻ വേണ്ടിയല്ല, പക്ഷെ മറിച്ചിട്ട് ഈ നെഗളം വരാതിരിക്കുക. നെഗളം വന്നതാണല്ലോ ഈ ദൂതനായ ആ വ്യക്തി പിന്നെ സാത്താനായി മാറാൻ കാരണം, വെട്ടിയിട്ടാൻ നമുക്ക് കാരണം അവിടെ ആണല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനൊരു വെട്ട് നിനക്ക് സംഭവിക്കാതിരിക്കാൻ, അതെ എൻ്റെ ശക്തി കുറച്ചും കൂടെ നിൻ്റെ മേലേക്കൊന്ന് തരാൻ, അതെ നീ ഒരു നെഗളിയാകാതിരിക്കാൻ ഈ ശൂലം, ഈ സാത്താൻ്റെ ദൂതൻ്റെ കുത്ത് നിനക്ക് വേണം. എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരും. അപ്പോൾ നീ അത്രത്തോളം ഒന്ന് ബലഹീനമാകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ശക്തി തരും. അതുകൊണ്ട് പൗലോസ് പിന്നെ പറഞ്ഞു, അദ്ദേഹം തുടർന്ന് എഴുതി വെച്ചു, എന്താ, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ബലഹീനത വരുമ്പോൾ, അല്ലെങ്കിൽ നെഗളത്തിലേക്കൊന്ന് നീങ്ങുന്ന പോലെ വരുമ്പോൾ ദൈവം ഒരു തട്ട് തന്നെ ഒന്ന് ലെവലാക്കും. അത് ദൈവത്തിന് ഉപകരണമായിട്ട് തീരുന്നത് സാത്താൻ്റെ ദൂതനാണ്. അതുകൊണ്ട് പക്ഷേ അന്നേരത്തേക്കും എനിക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നു, ദൈവത്തിൻ്റെ ശക്തി. ഞാൻ ബലഹീനനായ ദൈവമേ, ഞാൻ ആ വിഷയത്തിൽ പിന്നെയും പരാജയപ്പെട്ടല്ലോ, ആ വിഷയത്തിൽ പിന്നെയും എനിക്ക് തകർച്ച സംഭവിച്ചല്ലോ എന്ന നിലയിൽ, അതേത് വിഷയമാണെന്നോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ആ വിഷയം ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആരും ശ്രമിക്കുകയും വേണ്ട. അതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തോ ഒരു പ്രശ്നം, അത് ചിലർ പറയുന്നത് കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നു, ശാരീരിക പ്രശ്നമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു മാനസികമായ മറ്റു കാര്യം, പലരും പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിനെപ്പറ്റി വലിയ ഗവേഷണം എഴുതി പറയുന്ന ആളുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പം നീങ്ങുന്നില്ല, അതൊന്നും എൻ്റെ വിഷയവുമല്ല. പക്ഷേ ഒരു കാര്യം പൗലോസ് പറയുന്നു, അത് ഗുണമായിരിക്കും. ദൈവത്തിൻ്റെ ശക്തി കുറച്ചും കൂടെ, എൻ്റെ ആ ബലഹീനത നിമിത്തം ഞാൻ കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കും. ദൈവമേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എനിക്ക് വീഴ്ച പറ്റിപ്പോയി എന്ന നിലയിൽ ഞാൻ ദിവസം നെടുമ്പാട് വീഴുമ്പോൾ കുറേ കൂടെ ശക്തി എനിക്ക് ലഭിക്കും, കുറച്ചുകൂടെ വെളിപ്പാട് എനിക്ക് കിട്ടും, കുറച്ചുകൂടെ കൃപാവരം എനിക്ക് ലഭിക്കും. അതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവദാസനായിരിക്കുന്ന പൗലോസ്, അതേ തൻ്റെ കൂടെ പ്രവർത്തിച്ച 2 പേര്
ഹ്യൂമനിയൂസും അലക്സാണ്ടറും അവർ നല്ല മനസ്സാക്ഷി തള്ളി കളഞ്ഞപ്പോൾ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയപ്പോൾ അവരിനി ദൂഷണം പറയരുത്. അവർ ഒത്തിരി ദൂഷണം ഇങ്ങനെ നാവിനൊരു ലൈസൻസും ഇല്ലാതെ ദൂഷണം പറയുമ്പോൾ ദൈവദാസൻ്റെ അധികാരം ഉപയോഗിക്കുക, സാത്താൻ്റെ കയ്യിലോട് കൊടുത്തിട്ട് കുറച്ച് നാളത്തേക്കൊന്ന് കൈകാര്യം ചെയ്തേര്. അപ്പോൾ സാത്താൻ കൈകാര്യം ചെയ്യുമ്പോൾ അറുക്കാനും മുട്ടിക്കാനും മോഷ്ടിക്കാനുമാണ് സാത്താൻ്റെ പരിപാടി. ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾ അലക്സാണ്ടറും ഹ്യൂമനിയൂസും. അപ്പോൾ അവർ സാത്താൻ്റെ കയ്യിലോട്ടുമ്പോൾ സാത്താൻ നല്ല പണി കൊടുത്തോളും. ഈ സാത്താൻ പണി കൊടുക്കുന്ന പണിയെ കാണുമ്പോൾ ഇന്ന് ആളുകൾ പറയും, അയ്യോ അത് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയോ ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ, ഞാനതിലേക്ക് കിടക്കുന്നത്. പിന്നെ വേറൊരാൾക്ക് കൊടുത്ത കാര്യം നമുക്കറിയാം. അപ്പൻ്റെ ഭാര്യയെ കൊണ്ട് നടക്കുന്ന കൊരിന്തിലൊരു വിശ്വാസി ഉണ്ടായിരുന്നു. അത് 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലുണ്ട്. സഭക്കാർക്കൊരു പ്രശ്നമില്ല. കാരണം ഇതെന്ന് പറയുന്നത് ജാതികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കൊരിന്ത്യ സഭ ജാതീയ സഭയാണ്. അവിടെ ഇങ്ങനത്തെ കാര്യം നടക്കുന്നു. കാരണം അവിടെ ആ സ്ഥലങ്ങളിൽ ആ ഏരിയയിലൊക്കെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാർന്നവർ ഒത്തിരി കല്യാണം കഴിക്കും. ജാതി വ്യവസ്ഥയിലൊന്നും പ്രശ്നമില്ലായിരുന്നു അവർക്കുടെ ആ ജാതി വ്യവസ്ഥയിൽ. അപ്പോൾ എന്നെ സംബന്ധിക്കുന്ന ഏറ്റവും മൂത്ത മകനും വേറൊരു ഭാര്യയുണ്ട ഏറ്റവും മൂത്ത മകനും ഇയാളുടെ അവസാനത്തെ ഭാര്യയും ഒക്കെ ഏതാണ്ട് ഒരു പ്രായമൊക്കെ ആയിരിക്കും. ഇല്ലീഗലായുള്ള റിലേഷൻഷിപ്പൊക്കെ അവിടെ ഉണ്ടായിരിക്കും. എന്തായാലും കാർന്നവരങ്ങ് മരിച്ചു കഴിഞ്ഞപ്പം, അപ്പനങ്ങ് മരിച്ചു കഴിഞ്ഞപ്പം ഈ മൂത്ത മോന് ഈ ഇളയ അമ്മയുടെ സ്ഥാനത്തുള്ള അച്ഛൻ്റെ ഏറ്റവും ഇളയ ഭാര്യയെ അങ്ങ് വിവാഹം കഴിച്ചു. എന്നിട്ട് രണ്ടുപേരും ഇപ്പം മനസ്സാന്തരപ്പെട്ടോന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്തായാലും ദൈവസഭയെ വന്നിരുന്നു. കൊരിന്ത്യ രീതിയൊന്നും ശരിയല്ല. ഈ പൗലോസും അപ്പസ്തോലന്മാരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന ഈ യേശുക്രിസ്തുവിൻ്റെ മാർഗ്ഗക്കാരുടെ വഴികൾ കൊള്ളാം, നമ്മുടെ ആ പഴയ വഴിയൊന്നും വേണ്ട എന്ന് രണ്ടുപേരും സഭയിലുണ്ട്. പക്ഷെ പൗലോസ് ഒരു കാര്യം മനസ്സിലാക്കി. ഈ പുള്ളിയെ പറ്റി ഒന്ന് അന്വേഷിച്ചു. ഈ വരുന്നവരെല്ലാം കൈ നീട്ടി അങ്ങ് സ്വീകരിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷെ എല്ലാവരെയും കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ തന്നെ ഈ തോന്നിയ പോലെ ജീവിക്കാൻ ദൈവസഭയ്ക്കകത്ത് അംഗീകരിക്കാൻ പറ്റില്ല. അത് അവർ പുറത്താക്കൊന്നുമല്ല, പക്ഷെ മറിച്ചിട്ട് ചില രീതികൾ മാറ്റം വരുത്തിയേ പറ്റും. പണ്ടത്തെ വഴികൾ തന്നെ അങ്ങ് തുടരാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ചില സ്വഭാവ രീതികൾക്ക് മാറ്റം വരുത്തണം, ചില പ്രവർത്തനങ്ങൾ മാറ്റണം, ചില ജീവിതത്തിലെ ചില ദൈവികമല്ലാത്ത ചില വഴികളിൽ നിന്നൊരു മോചനം ഉണ്ടാവണം. അതൊക്കെ പറയും. അതൊക്കെയാണ് ഉപദേശം എന്ന് പറയുന്നത്. അല്ല യേശു നല്ലവൻ അവൻ വല്ലഭൻ എന്ന് മാത്രം പാടി കൈയടിച്ച് സ്തോത്രം ചെയ്ത് തുള്ളിച്ചാടുക മാത്രമല്ല, അത് വേണം, അതാണ് ശരിയായ കാര്യം. പക്ഷെ യേശു നല്ലവൻ എന്ന് പാടുമ്പം തിന്മയ്ക്ക് കുടപിടിക്കുന്നവനല്ല യേശു എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതാണ് എൻ്റെ വിഷയം. നോക്ക്, പക്ഷേ ഈ സഭയ്ക്കകത്ത് ഇവർ രണ്ടുപേരും ഇരുന്ന് ആരാധിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, അവനോട് പറ, അവൻ്റെ ഭാര്യ എൻ്റെ അമ്മ സ്ഥാനത്തുള്ള ആളാണ്, അതുകൊണ്ട് രണ്ടുപേരും സഭയിൽ ഇരിക്കട്ടെ, പക്ഷേ അവരുടെ ആ ബന്ധം അവസാനിപ്പിക്കണം. അവൻ മോനും അവൾ അമ്മയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് മരിച്ചു എന്ന് കരുതി മോനെയല്ല വിവാഹം ചെയ്യണ്ടേ, അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന ആളെയല്ല ഭാര്യയായിട്ട് കൊണ്ട് നടക്കുന്നത്. അത് ഒരിക്കലും ദൈവിക വ്യവസ്ഥയ്ക്ക് ചേർന്നല്ല, പറ്റത്തില്ല. പക്ഷേ സഭ രണ്ടുപേരെയും കൊണ്ട് നടക്കുക. ചിലപ്പോൾ പൈസയുള്ള ആളായിരിക്കാം, ചിലപ്പോൾ ആ ദേശത്തെ സ്വാധീനമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ കാർന്നൂർ വലിയ ഒരു കുടുംബത്തിലെ അംഗമായിരിക്കാം, അവിടുത്തെ ഒരു മോനാണെന്നും പറഞ്ഞ് എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളായിരിക്കാം. പക്ഷേ ദൈവസഭയ്ക്ക് ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. ദൈവദാസന്മാർക്ക് ഒറ്റ മുഖമേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാണ്ട് ചിലരെ കാണുമ്പം നിയമങ്ങൾ ഒരു വഴിക്കും, ചില കാര്യങ്ങൾ വരുമ്പം അത് പറ്റില്ല, അത് ദൈവവചനത്തിന് വിരുദ്ധം. ചിലരുടെ കാര്യം വരുമ്പം അതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ. 2 വള്ളത്തിലുള്ള കാലുവെപ്പ്, മുഖപക്ഷം പറ്റത്തില്ല. ദൈവദാസനാണെങ്കിൽ ദൈവിക വഴികൾ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും ചെയ്തു കൊടുത്ത് എല്ലാ വഴിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ദൈവിക വ്യവസ്ഥയാണെന്ന് പറയാനും പറ്റില്ല. അതൊരു മാനുഷിക വ്യവസ്ഥയാണ്. അതിന് പഞ്ചായത്തിലും അതിനൊക്കെ വേറെ വകുപ്പുകളുണ്ട്. ദൈവസഭയ്ക്ക് അത് ദൈവിക വ്യവസ്ഥയിലേ പറ്റത്തുള്ളൂ. പക്ഷേ മനസ്സലിവ് കാണിക്കാം, ദയ കാണിക്കാം, ഹൃദയവിശാലത കാണിക്കാം. പക്ഷേ ഈ കാര്യങ്ങൾ പറയണം, ഇതങ്ങനെ പറ്റില്ലല്ലോ, ഇത് തിരിഞ്ഞേ പറ്റൂ, ആ രീതിയിൽ ചെയ്താൽ പറ്റില്ല, ആ രീതി അനുവദിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിന് മാർഗം പറഞ്ഞു തരാം, ഇന്ന കാര്യം. പക്ഷെ ഇന്ന രീതിയിൽ പറ്റുമെന്ന് വെച്ചാൽ നടക്കില്ല, അത് ആ നിലയിൽ പറ്റില്ല, അത് മാറ്റിയേ പറ്റൂ. വിവാഹം നടത്താം, അത് മറ്റൊരാളെ വിവാഹം ചെയ്യാം. അമ്മയുടെ സ്ഥാനത്തുള്ള ആളെ വിവാഹം ചെയ്യണമെന്നില്ല. നിങ്ങൾക്കൊരു ഭർത്താവ് വേണോ, നിങ്ങൾ വേറൊരാളെ വിവാഹം ചെയ്യും. നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി, ആ സ്ഥിതിക്ക് നിങ്ങൾക്ക് വേറൊരാളെ വിവാഹം ചെയ്യാം. മോൻ്റെ സ്ഥാനത്തുള്ള ഒരാളെ വിവാഹം ചെയ്യണമെന്ന് പറ്റില്ല, അത് പറ്റില്ല. അല്ല ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണം, അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല, അത് നടക്കില്ല.
അതും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു, പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും അന്തിമ ദിവസത്തിൽ അല്ലെങ്കിൽ അന്ത്യ ന്യായവിധിയിൽ, അല്ലെങ്കിൽ ന്യായവിധി ദൈവമക്കൾക്കില്ല എന്നുള്ളത് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് തല കുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഒരു ദൈവദാസന് വരാതിരിക്കാൻ ദൈവദാസൻ കൃത്യമായ ഉപദേശം പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വരുന്നു. അപ്പോൾ അവിടെ അത് പറ്റില്ല. ആ സമയത്ത് മാറ്റാതിരിക്കുമ്പോൾ 1 കൊരിന്ത്യർ 5 പൗലോസ് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ അത് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ഇവനെ എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും യേശുക്രിസ്തുവിൻ്റെ ആത്മാവും ഒന്നിച്ചു കൂടിയിട്ട് യേശുവിൻ്റെ നാളിൽ അവൻ്റെ ആത്മാവ് രക്ഷപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കാൻ പറയുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ വാക്യം വായിക്കും. ഞാൻ പലതവണ എൻ്റെ പല ലൈവുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, അതറിയാവുന്നവരും ആണ് നിങ്ങൾ എന്നെനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ചിലർക്ക് വചനത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ദുർനടപ്പ് വ്യഭിചാരം തന്നെയാണ് പറയുന്നത്. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോകും. അത് അമ്മയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പൻ്റെ മറ്റൊരു ഭാര്യ, അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന്, ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. പൗലോസ് വിധി പ്രഖ്യാപിക്കുകയാണ്. ഇവൻ ഇപ്പം മരിക്കട്ടെ, ഇപ്പം അവനങ്ങ് ഇല്ലാതെ പോട്ടെ, അവൻ സംഹരിക്കപ്പെടട്ടെ, സാത്താൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുക. സാത്താൻ എങ്ങനെയില്ല അവനെ കൊന്നോളൂ, അത് ഏതെങ്കിലും നിലയിൽ കൊന്നോളൂ. അവനെ ജഡസംഹാരത്തിന് അങ്ങ് വിട്ടുകൊടുക്കുക. അവനെ ജീവിക്കണ്ട. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കൂടുതൽ വഷളത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇപ്പോൾ അവന് ഇവിടെ വെച്ച് തന്നെ നിശ്ചയം കൊടുക്കുക. സാത്താൻ എന്നെ വിധിച്ചിരിക്കുന്നു. പക്ഷെ എന്തിനാ? ഇവൻ ഇവിടെ വെച്ച് ഈ പണി കിട്ടിയത് കൊണ്ട് ഇവൻ്റെ ആത്മാവ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവനല്ലേ, ഇവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടണം. അപ്പം അതുകൊണ്ട് ഈ ഭൂമി വെച്ചങ്ങ് സാത്താൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കാൻ പറയുന്നു. അപ്പം അങ്ങനെയുള്ള അധികാരമൊക്കെ പൗലോസപ്പോസ്തലൻ ഉപയോഗിക്കുന്നു. മറ്റ് അപ്പോസ്തലന്മാർ അത് ഉപയോഗിച്ചതായിട്ട് ഞാൻ അധികം കാണുന്നില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയതായിട്ടില്ല. പക്ഷെ യേശു എന്ത് പറയുകയാണ്? യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്ന നിങ്ങൾക്ക് പാപങ്ങളെ മോചിക്കാനും പാപങ്ങളെ നിർത്താനുമുള്ള അധികാരമുണ്ട്. ഒരു വ്യക്തിയിൽ നിന്ന് പാപത്തെ പുറത്താക്കാൻ, നിന്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള അധികാരം പറഞ്ഞാൽ പോരാ, അത് അഴിഞ്ഞു പോവും. പരിശുദ്ധാത്മാവുള്ളവൻ പറഞ്ഞാൽ അവൻ്റെ പാപം മോചിക്കപ്പെടും. അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദുരുപദേശമാണോ നിങ്ങൾ പറയണം. അല്ലെങ്കിൽ ഈ വാക്യം നിങ്ങൾ എനിക്കൊന്ന് വ്യാഖ്യാനിച്ച് തരണം. അല്ല, ഈ വാക്യം കാണുമ്പം പെട്ടെന്ന് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യരുത്. ചിലർക്ക് അന്ന് ചില വാക്യങ്ങളിലങ്ങ് എടുത്തുയർത്തി പിടിക്കും, പറയും ഇതാണ് വാക്യം, ഇതാണ് വചനം. ചില വാക്യങ്ങൾ കാണുമ്പോൾ വഴുവഴുപ്പൻ സമീപനം, അത് പറ്റത്തില്ല. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. നിങ്ങൾ പറയാണ്, അവൻ്റെ പാപം ഇപ്പോൾ ഇളകണ്ട, അവിടെ നിൽക്കട്ടെ, അവനെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവിടെ നിന്നുള്ള അവൻ്റെ പാപം മോചിക്കപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾ ഒരാളുടെ പാപം അഴിച്ചു കളഞ്ഞാൽ, മോചിച്ചാൽ അവൻ്റെ പാപം പോകും. പക്ഷേ ഈ കാര്യം ആരും പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. വേറൊരു തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. എന്തുകൊണ്ടായിരിക്കാം വചനത്തിനു വേണ്ടി നിൽക്കുന്ന ദൈവസഭകൾ ഇത് പറയാത്തത്, ഇത് ചെയ്യാത്തത്? അവർ പറയും അത് അങ്ങനെ പറ്റില്ല, കാരണം അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അങ്ങനെയാണ് യേശു എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറ. മാത്രമല്ല, മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ അതേ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനെന്ന് പറഞ്ഞിട്ടാണ് ആ പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ പറയും മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്, യേശുക്രിസ്തു ദൈവപുത്രനുമാണ്, മനുഷ്യപുത്രനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കർത്താവ് തന്നെ യോഹന്നാൻ സുവിശേഷം 14:12 പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. 14:12 പറഞ്ഞിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14:12 യേശു പാപങ്ങളെ മോചിച്ചെങ്കിൽ അതിലും അധികമുള്ളത്, ഞാൻ ചെയ്തതിലും അധികം, അത് എല്ലാ കാര്യവും ഞാൻ ചെയ്തതിലും അധികം. ഓട്ടെ, ചെയ്തത് ചെയ്യാൻ കഴിയണമല്ലോ, അങ്ങനാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് ഗുരുവിന് മീത വേണ്ട, പക്ഷെ അത്രയെങ്കിലും ചെയ്യാൻ കഴിയണമല്ലോ. കർത്താവ് പാപങ്ങളെ മോചിച്ചെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യരായിരിക്കുന്നവർക്ക്, കർത്താവിൻ്റെ അപ്പസ്തോലരായിരിക്കുന്നവർക്ക്, കർത്താവിൻ്റെ ദാസനായിരിക്കുന്നവർക്ക് അത് ചെയ്യാൻ കഴിയണമല്ലോ. ഒരു പാർട്ട് പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്ന കാണുവാൻ നമുക്ക് സാധിക്കുന്നു. മറ്റപ്പോസ്തലന്മാർ ചെയ്തതായിട്ട് ദൈവവചനത്തിൽ കാണുന്നില്ല. ഇന്ന് ദൈവസഭകളിൽ അത് നടക്കുന്നില്ല, ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ സ്പഷ്ടമാണ്, ഇത് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണെന്നാൽ പരിശുദ്ധാത്മാവുള്ളവന്. ഒരാൾക്ക് പരിശുദ്ധാത്മാവുണ്ട് എന്ന് അയാൾ പറഞ്ഞാൽ പോരാ, അയാളെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞാൽ പോരാ, സത്യത്തിൽ ശരിയായ നിലയിൽ അയാളിൽ പരിശുദ്ധാത്മാവ് കാണണം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പാപത്തെ മോചിക്കാൻ പറ്റുള്ളൂ. മോചിക്കാൻ അധികാരം കർത്താവ് കൊടുത്തു. നീ പറഞ്ഞിരിക്കുന്ന വചനം അതെടുത്ത് ഇത്രയും പാട്ടെടുത്ത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. ഇത് വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം നിർത്തുന്നു വെച്ചാൽ സ്റ്റോപ്പ് ചെയ്ത് നിർത്തില്ല. ഇപ്പം ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ ആരുടെയെങ്കിലും പാപങ്ങൾ അവനിപ്പോൾ ശരിയാകണ്ട, അങ്ങനെ നിൽക്കട്ടെ, അവന് കുറെ കൂടെ ലെവലായി വരാനുണ്ട്. അല്ലെ, ഹ്യൂമനോസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും കാര്യം പറഞ്ഞതുപോലെ ഒത്തിരി പണികളുണ്ട്. അങ്ങനെ ഒരു അധികാരം പറഞ്ഞാൽ അവൻ്റെ പാപത്തെ വേറെ ആൾക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ കെട്ടി നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്നു എന്ന് മത്തായി 12:18 കർത്താവ് പറയുന്ന പോലെ ഒരു വാക്യമായത്. അഴിക്കാനും കെട്ടാനുമുള്ള അധികാരമെന്ന് പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് പറയും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപത്തെ അഴിച്ചു കളയാൻ, പാപത്തെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷെ ചില ആളുകൾ പറയും അത് ശരിയായ അർത്ഥത്തിലല്ല, അത് കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിലും അതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് അത് ചെയ്യുന്നത് അതിന് ആലങ്കാരികം. അപ്പം ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ ആലങ്കാരികം, ചില കാര്യങ്ങൾ അത് കറക്റ്റാണ്, നേരെ വചനമായി അനുസരിക്കും. ഇത് വരുമ്പോൾ എന്താ, വചനമല്ലാതെ അനുസരിക്കണ്ടോ? ആലങ്കാരികമായതെങ്ങനെ? ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ പാപത്തെ അഴിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ ചില വ്യക്തികളിൽ പാപത്തെ നിർത്തിവെക്കാനും പറ്റും, അവൻ്റെ അവിടെ നിൽക്കട്ടെ എന്ന് പറയാനും പറ്റും. അപ്പോൾ ഒന്നാമത് വേണ്ടൊരു കാര്യം പരിശുദ്ധാത്മാവ് അകത്ത് യഥാർത്ഥമായി വേണം. ഞാൻ പറയാത്തത് പറയരുത്. ഞാൻ പറഞ്ഞില്ല അഭിഷിക്തന്മാർക്കും ദൈവമക്കൾക്കും പാസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും തിരുമേനിമാർക്കും ഭക്തന്മാർക്കും പരിശുദ്ധാത്മാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഇത് പറയാൻ പറ്റൂ. അപ്പോൾ ഒരു കാരണം അതാവാം. രണ്ടാമതൊരു കാരണമുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അതെന്നാ വെച്ചാൽ, ഈ പാപത്തിന് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം പിന്നെ പാപത്തിന് ശക്തിയില്ല. പാപത്തിന് ഇങ്ങനെ തളർന്ന പാപം. പക്ഷേ ദൈവിക വഴികളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളിലേക്ക് വന്ന് കയറി വരും. പാപത്ത് കയറി ഇങ്ങനെ ചുരുണ്ട് കൂടി അകത്തിരി കയറിക്കോളും. പാപത്തിന് കയറാൻ പറ്റും. അപ്പം ദൈവം തൻ്റെ മക്കളെ അധികാരം നൽകി അയച്ചിരിക്കുന്ന പാപത്തെ പുറത്താക്കാൻ, ഓരോ വ്യക്തികളുടെ അകത്തിരിക്കുന്ന പാപത്തെ പറിച്ചു മാറ്റാൻ, എന്നിട്ട് അവരെ കർത്താവിൻ്റെ കരുത്തുറ്റ വിശ്വാസികളും പിന്നെ ശിഷ്യരുമാക്കി മാറ്റാനാണ് ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം. ദൈവത്തിൻ്റെ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് കൊടുത്തിരിക്കുന്ന അധികാരം അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയായി ചെന്ന് ഒരു മനുഷ്യൻ്റെ മേൽ നിൽക്കുന്നതാണ്. ഈ പാപമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. അത് കർത്താവ് ക്രൂശിൽ തകർച്ചു. പക്ഷേ
അതിന് ശക്തിയില്ലെന്നേ ഉള്ളൂ. അതിപ്പോഴും ഭൂമിയിലുണ്ട്. അതിപ്പോൾ ഒരു മനുഷ്യനിൽ കയറി അവനിൽ രോഗമുളവാക്കുന്നു, അവനിൽ കടമുളവാക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഉളവാക്കുന്നു എന്ന് കാണുമ്പോൾ ആ വ്യക്തിയുടെ അകത്തുള്ള പാപത്തിൻ്റെ മണ്ടയ്ക്കാണ് ഈ തകർച്ചയും പ്രശ്നങ്ങളും പരാജയങ്ങളും ജീവിതത്തിലെ എല്ലാ തോൽവിയും ദൈവികമല്ലാത്ത പ്രവൃത്തിയെല്ലാം അവനിൽ വരുന്ന ഈ പാപത്തിൻ്റെ മണ്ടയ്ക്ക് കയറി കുടിയിരിക്കുന്നത്, അവൻ്റെ അകത്ത് കയറിയിരിക്കുന്ന പാപത്തിൻ്റെ മേൽ. പാപത്തിൻ്റെ വണ്ടിയാണ് സാത്താൻ. സാത്താന് വണ്ടിക്ക് അത് പാപത്തെ അവൻ്റെ മേലേക്ക് ഇറക്കുമതി ചെയ്ത് കൊടുക്കും. തിന്മകൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ സാത്താൻ ലോഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ടിപ്പർ ലോറിയിൽ നിന്നൊക്കെ സാധനം ഇറക്കി കൊടുക്കുന്ന പോലെ സാത്താൻ ഇറക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കും. ഇതിൻ്റെ മണ്ടയ്ക്കാണ് സകല പ്രശ്നങ്ങളും രോഗങ്ങളും ക്ഷീണങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇങ്ങനെ അവൻ്റെ മേലേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത്, സകല തിന്മയും വരുന്നത്. അപ്പോൾ ഒരു ദൈവഭൃത്യൻ, ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി ആ ഭവനത്തിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ മേൽ ഇരിക്കുന്ന അവനെ സൗഖ്യമാക്കാനും വിടുവിക്കാനും എളുപ്പമാണ്. പക്ഷെ പിന്നെയും അവനിലേക്ക് അത് വരാൻ സാധ്യതയുണ്ട്. കാരണം പാപം കയറിയാൽ പോയി, പിന്നെയും പാപം അവൻ്റെ മേൽ വീണാൽ പാപം കുടിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ കയറും. അതുകൊണ്ട് പാപത്തെ ആദ്യം പറിച്ചു കളയണം. ഇപ്പോൾ അകത്തൊരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമാവുന്നില്ല. അപ്പോൾ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന സാത്താനെ പുറത്താക്കുമ്പോൾ തന്നെ സാത്താനും അകത്ത് കയറാനുള്ളൊരു വഴി അവൻ വെട്ടി അകത്ത് വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ വഴിയാണ്. അവൻ്റെ ഉള്ളിലിരിക്കുന്ന പാപത്തിൻ്റെ മണ്ടയ്ക്കോട്ടായി സാത്താനും കയറിയിരിക്കുന്നത്. തൻ്റെ കയ്യിലുള്ള സ്റ്റോക്കെല്ലാം കൊണ്ട് ആ പാപത്തിൻ്റെ മണ്ടയ്ക്കോട്ടായി ഇറക്കിയിടുന്നത്. അപ്പോൾ അതുകൊണ്ട് പാപത്തെ പറിച്ചു കളയണം. പാപത്തെ പറിച്ചു കളഞ്ഞ് അവനെ സ്വതന്ത്രനാക്കി വേലി കെട്ടി ദൈവസഭയ്ക്കകത്താക്കി വചനം പഠിപ്പിച്ച് അവനങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. അല്ലാതെ ഇന്നൊരു ദിവസം ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഒരു പോക്ക് പോയി പിന്നെ 50 ദിവസം കഴിഞ്ഞോ ഏതെങ്കിലും ആണ്ടിലൊരിക്കലോ വന്നിട്ട് ഹലോ ബ്രദർ എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതല്ല ശുശ്രൂഷ. അതിങ്ങനെ പുറകെ നടക്കണം, ഫോളോ അപ്പ് വേണം, പുറകെ നടക്കണം. അവനെ വിട്ടുകളയരുത്. ആ വ്യക്തിക്ക് പറ്റിയില്ലെങ്കിൽ സഭയെ ഏൽപ്പിക്കണം, മറ്റ് ദൈവദാസന്മാരെ ഏൽപ്പിക്കണം. അത് തൻ്റെ കൂടെയുള്ള മറ്റുള്ളവരോട് പറയണം, അവനെ ശ്രദ്ധിക്കണം, അവൻ്റെ കൂടെ പോകണം, അവനെ നേരായ നിലയിലേക്ക് കൊണ്ടുവരണം. അപ്പം ആ പാപത്തെ ഇങ്ങനെ വലിച്ചു പറിച്ച് കളയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ അഴിഞ്ഞു വരുന്ന പാപമുണ്ടല്ലോ, പലയിടത്തുനിന്ന് അഴിഞ്ഞു വരുന്ന പാപമുണ്ടല്ലോ, പാപം ഇങ്ങനെ ഗതികെട്ട ആത്മാവ് കണക്കെ ഇങ്ങനെ നടക്കുക. എനിക്ക് എങ്ങും കയറാൻ അയാൾ സമ്മതിക്കില്ല. അപ്പോൾ അയാളുടെ പിറകിലുണ്ടാവും. എവിടെങ്കിലുമൊക്കെ വെച്ചിട്ട് ജീവിതത്തിൽ ചില ഈ ഉഡായിപ്പുകൾ കാണിക്കുന്നുണ്ടല്ലോ, ഇത് വന്ന് ഈ പുറത്താക്കിയവൻ്റെ മേലോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. അതെ, അവനിൻ്റെ മണ്ടയ്ക്കിരുന്ന പാപം, അവനിൽ കയറിയിരുന്ന പാപം നീ അഴിച്ചു മാറ്റി, പക്ഷേ അവൻ ചെയ്യുന്ന പണി നീ ചെയ്യാൻ തുടങ്ങിയാൽ നിൻ്റെ മേലിലേക്ക് ഈ പാപം കുടിയിരിക്കും. അപ്പോൾ അതിൻ്റെ പുറകെ സാത്താൻ തൻ്റെ വണ്ടിയുമായിട്ട് വന്ന് ലോഡ് കണക്കിന് നിൻ്റെ മേലെ നീ വീണു പോകും. അങ്ങനെയാണ് ദൈവദാസന്മാരൊക്കെ ചിലർ വീണു പോകുന്നത്. ഒത്തിരി വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് ചിലരൊക്കെ ഒരു നിസ്സാര വാക്കിൻ്റെ പുറത്തൊക്കെ നിലത്ത് വീഴുന്നില്ലേ? ചില വലിയ പ്രവൃത്തിയൊക്കെ ചെയ്ത ആളുകളുടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ CCTVയിലൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ നാണം കെട്ട സംഭവങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? എങ്ങനെയാണ് സംഭവിക്കുന്നത്? അടിച്ച് തകർത്ത് പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, ഈ അഴിഞ്ഞു പോകുന്ന പാവവും ആ പാപത്തിൻ്റെ വണ്ടിക്കാരനുമായ പിശാചും അവരിങ്ങനെ അവരുടെ വാസസ്ഥലത്തു നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർ ഈ കുടിയൊഴിപ്പിച്ചവൻ്റെ പിറകിൽ വരും. അവൻ എപ്പോഴെങ്കിലും വീഴുമ്പം അവർ നേരെ അങ്ങോട്ടങ്ങ് കുടിയേറും. ഇത് ഭയന്നിട്ട് ഈ വചനത്തെ അങ്ങ് മാറ്റിവെച്ച് നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അവർക്ക് മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിർത്തിയാൽ അവർക്ക് നിർത്തപ്പെടും, അവരിൽ അത് തുടരും എന്നുള്ള ദൈവവചനത്തിന് മണ്ടയ്ക്കൊരു കർട്ടൻ പിടിച്ചിട്ടു, ഒരു കറുത്ത തുണി പിടിച്ചിട്ടു. അത് വായിക്കില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രസംഗിക്കില്ല. ആ ഭാഗം എഴുത സമാധാനം പറയും, കർത്താവ് വന്നെന്ന് പറയും, കർത്താവ് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞത് പറയും, അല്ലെങ്കിൽ വിലാപ്പുറം കാണിച്ചു, അല്ലെങ്കിൽ തൻ്റെ കൈ കാണിച്ചു, താൻ പ്രത്യക്ഷപ്പെട്ടു, ശിഷ്യന്മാർ സന്തോഷിച്ചു. പിന്നെ ദിദിമോസ് തോമസ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് തോമസെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നൊക്കെ പറഞ്ഞതൊക്കെ അങ്ങ് പറയും. അതിനിടയ്ക്ക് കിടക്കുന്ന ഈ വാക്യം അങ്ങ് മാറ്റും. എന്താ കാര്യം? ഇത് പറയാൻ പോയാൽ
ചോദ്യങ്ങൾ വന്നാൽ, എന്നാൽ പിന്നെ പാപം എന്താണെന്ന് മോചിക്കാത്തേ? നിങ്ങൾ അധികാരമുള്ള ദൈവദാസനല്ലേ, നിങ്ങൾ ഈ പാപത്തെ ഒന്ന് മോചിക്കുക. നോക്കുക, രോഗത്തെ പുറത്താക്കാൻ പറ്റും, ഭൂതത്തെ പുറത്താക്കാൻ പറ്റും, ഇത്ര പാടില്ല. പാടാണ്, അഭിഷേകം വേണം. പക്ഷേ പാപത്തെ പുറത്താക്കുന്നതുണ്ടല്ലോ, അത് പണി കിട്ടുന്ന പരിപാടിയാണ്. പാപത്തെ പുറത്താക്കിയിട്ട് പിന്നെ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു കാലത്തുണ്ടായിരുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ ആ നിലയിൽ ഇന്ന് ഉപയോഗിക്കാൻ കഴിയാതെ മിക്കവരും പ്രഹസനങ്ങൾ മാത്രമാക്കുന്നു. നോക്കുക, പാപത്തിൻ്റെ മണ്ടയ്ക്ക് ആ രോഗം കുടിയിരിക്കുന്നത്. രോഗത്തെ പുറത്താക്കിയാലും പാപം അകത്തിരിക്കുമ്പോൾ രോഗം പിന്നെയും വരും. പാപത്തിൻ്റെ മണ്ടയ്ക്ക് ആ കടം കുടിയിരിക്കുന്നത്. അതേ കടത്തെ പുറത്താക്കാനുള്ള വഴികൾ ചെയ്താലും പാപം അകത്തിരിക്കുമ്പോൾ പിന്നെയും കടം വരും. ജീവിതത്തിലെ പരാജയങ്ങൾ, അല്ലെ ജീവിതത്തിൻ്റെതായുള്ള പലവിധമായുള്ള മ്ലേച്ഛതകൾ ഒക്കെ അതേ തൽക്കാലത്തേക്ക് മാറ്റാൻ എളുപ്പമാണ്. പക്ഷെ അകത്ത പാപത്തെ വേരോടെ, അതിൻ്റെ കടയോടെ പറിച്ചെടുത്ത് ദൂരെ എറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് പിന്നെയും വന്ന് കൂടിയിരിക്കും. മനസ്സിലായോ? ഓപ്പറേറ്റ് ചെയ്താൽ ഈ കീഹോൾ സർജറി ഒന്നും പോരാ, കറക്റ്റ് മുറിച്ച് കീറി അകത്തിരിക്കുന്ന ചോരണ്ടി കണ്ടിച്ച് ക്ലിയറാക്കി മൊത്തത്തിലെടുത്ത് കളയണം. ഇല്ലേ പറ്റില്ല. ഇല്ലേ അത് പിന്നെ ഇരുന്ന് പുഴുത്ത് ക്യാൻസർ ആവും, പിന്നെ പാടാവും. എന്ന് കരുതി ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മറ്റൊരു പാർട്ട് നടക്കുന്നുണ്ട്. ഞാനൊരു സഭകളെയും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ സഭകളിലും ദൈവമക്കളുണ്ടെന്നും എല്ലാ സഭകളെക്കുറിച്ചും ദൈവത്തിന് പ്രവൃത്തി ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. ചില സഭകൾ ഇതിന് കുംഭസാരം എന്നുള്ള പേരിട്ടിട്ട്, അതേ കുംഭസാര കൂടിൻ്റെ അപ്പുറത്ത് ഒരു ദൈവദാസൻ അല്ലെങ്കിൽ പുരോഹിതൻ ഇരിക്കും, അപ്പുറത്ത് ജനം പാപമേറ്റു പറയണം. ഇവിടെ പുറത്താക്കാനാ പറഞ്ഞിരിക്കുന്നത്, പാപം ഏറ്റു പറയുന്ന കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞത് രണ്ട് വചനങ്ങളുടെ മിക്സിങ്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ കുറേ പാപങ്ങൾ പറയും. പാപങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പുറത്തിരിക്കുന്ന പുരോഹിതൻ പറയും, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കും, പ്രാർത്ഥിക്കും. പണ്ട് ഒരു സഭയിൽ ഇങ്ങനെ പാപങ്ങളെ മോചിച്ച് തരും. വലിയ വലിയ പാപങ്ങളൊക്കെ മോചിച്ച് തരുന്നതിന് 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, അങ്ങനെ പാപമോചന ചീട്ട് കൊടുത്തിരുന്ന സഭകളുണ്ട്. അതൊക്കെ ദുരാചാരമാണെന്ന് പറഞ്ഞിട്ട് ആ സഭകളിൽ തന്നെ നവീകരണങ്ങളുണ്ടായി നമുക്കറിയാൻ സാധിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഈ കുംഭസാര കൂട് പരിപാടി എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിനെ ഒന്ന് അതും ഈ പറഞ്ഞതുപോലെ ഈ യോഹന്നാൻ്റെ ലേഖനം കൂടെ, യോഹന്നാൻ്റെ സുവിശേഷം കൂടെ ചേർത്തൊരു മിക്സിങ്, ഒരു അഴകുഴമ്പൻ പരുവത്തിൽ ഒരു പ്രത്യേക നിലയിൽ അങ്ങ് ഒട്ടിച്ചു വച്ചിരിക്കുന്നതാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? യാക്കോബിൻ്റെ ലേഖനത്തിൽ അതേ അതിൻ്റെ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അടുത്ത വാക്യം അതേ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. ഇവിടെ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരാൾ പാപം പറയുന്നു, മറ്റൊരാൾ അപ്പുറത്തിരുന്ന് കേൾക്കുന്നു, കേട്ടിട്ട് പാപത്തെ മോചിക്കുന്നു, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വേറൊരു കാര്യമാണ്, രോഗശാന്തിയുടെ കാര്യമാണ്. അത് തമ്മിൽ പാപം ഏറ്റു പറയണം. എൻ്റെ കുറവ് എൻ്റെ വീഴ്ച, നിൻ്റെ കുറവ് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും ഈ യോഹന്നാൻ്റെ സൂചനയോടെ മിക്സ് ചെയ്തു. യോഹന്നാൻ്റെ സൂചന പറഞ്ഞത് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്, പിതാവിനെ അയച്ച പോലെ നിങ്ങളെ അയക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ നിർത്തിയാൽ അവരുടെ മേൽ അത് നിൽക്കും. അത് മോചിക്കപ്പെടുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കും. അപ്പം ഇതിനെ എന്ത് ചെയ്തു? ഈ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യോടെ മിക്സ് ചെയ്തു. അവിടെ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പീൻ, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ എന്നുള്ളത് എന്താക്കി ഒരു കുംഭസാര കൂട് ഉണ്ടാക്കി വെച്ചിട്ട് ഈ മോചിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന
ഈ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യം അവിടെ ചേർത്തിട്ട് പാപങ്ങളെ ഏറ്റുപറയുക എന്നുള്ള യാക്കോബിൻ്റെ ലേഖനത്തിലെ പകുതി പാർട്ട് എടുത്തിട്ട് ഒരാൾ അവിടുന്ന് പാപത്തെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ പാർട്ട് എടുത്തിട്ട് അപ്പം ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ക്ഷമിച്ചതും ഒക്കെ ചെയ്ത കാര്യങ്ങൾ പിന്നീട് അങ്ങാടിപ്പാട്ടായതിൻ്റെ വാർത്തകളൊക്കെ കുറേ നാൾക്ക് മുമ്പ് ഒത്തിരി കേട്ടതാണ്. കോവിഡ് കാലം ആയതുകൊണ്ട് ചിലരൊക്കെ രക്ഷപ്പെട്ടു, പിന്നെ സ്വാധീനം ഉള്ളതുകൊണ്ടും രക്ഷപ്പെട്ടു. കുംഭസാര രഹസ്യങ്ങൾ പരസ്യമായത്. അപ്പം അതുകൊണ്ട് അതൊന്നും ദൈവവചന പ്രകാരമുള്ള കാര്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം, ഈ രീതിയിലുള്ള കാര്യങ്ങൾ പുതിയ നിയമസഭയ്ക്ക് ഉണ്ടെങ്കിൽ. പക്ഷേ ഇത് ഈ കോപ്പി പേസ്റ്റ് എടുത്ത് അവിടുന്ന് കുറച്ച് കട്ട് ചെയ്യുക, ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്യുക, രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാർ മറുപടി പറയണം. നിങ്ങൾ തുറന്നു പറയണം. പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം പരിശുദ്ധാത്മാവുള്ള ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല. എന്താ കാരണം? എൻ്റെ സഭ അത് ഉപയോഗിക്കുന്നത്. എന്താ കാരണം? അങ്ങനെ മോചിച്ചാൽ ബാക്കിയൊക്കെ ഞങ്ങൾ മോചിക്കും. രോഗം മോചിക്കും, കടം മോചിക്കും, എല്ലാം മോചിക്കും, എല്ലാം എടുത്ത് കളയും. പക്ഷെ പാപത്തെ മോചിക്കാനുള്ള അധികാരം ദൈവത്തിനുള്ള പേടിയേക്കാൾ ഉപരി, മനുഷ്യൻ കളിയാക്കുന്നുള്ളതിനേക്കാൾ ഉപരി പാപം നിസ്സാരക്കാരനല്ല. പാപത്തെ കയറി മോചിക്കാൻ പോയാൽ ഇവർ പുറകിൽ വന്നിട്ട് നമുക്ക് പണി തരും. 2, അത് പറയുമ്പോൾ ഞാൻ കടുപ്പത്തിൽ പറയാം, ഞങ്ങളിൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലല്ല ഞങ്ങൾക്ക് പാപത്തെ മോചിക്കാൻ പറ്റൂ. പരിശുദ്ധാത്മാവിൻ്റെ കുറേ അനുഭവങ്ങളും വികാരങ്ങളും അതിൻ്റെതായ ചില ലക്ഷണങ്ങളൊക്കെ ഞങ്ങളിൽ ശരിക്കുണ്ട്. ചില വിറപ്പീരും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിൻ്റെ ചില സൂചനകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ജനത്തെ ഇങ്ങനെ ഇട്ട് ഒന്ന് അവരെ ഒന്ന് ആലോലമാട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങളിൽ പരിശുദ്ധാത്മാവില്ല. നോക്കുക, അതിൻ്റെ അർത്ഥം എന്നോട് ചോദിക്കും, നിനക്ക് ചെയ്തുകൂടെ? നോക്ക്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിൽ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അഹങ്കാരം എടുക്കാൻ എനിക്ക് പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ ചില ലക്ഷണങ്ങൾ എന്നിലുണ്ട്, പക്ഷേ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നു യഥാർത്ഥമായി പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് യഥാർത്ഥമായി ഉണ്ടെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെട്ടാൽ ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് പാപങ്ങളെ മോചിക്കാൻ കഴിയും. പക്ഷേ ഞാനിപ്പോഴും കളത്തിന് അടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ കർത്താവ് പറഞ്ഞ ഈ അധികാരം ശിഷ്യന്മാരെല്ലാവരും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ഞാനൊരു കാര്യം, ശിഷ്യന്മാരുടെ ആരുടെയും പുറകെ നിൽക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു പടിയും കൂടെ ഈ അന്ത്യകാലത്തിൽ ഒരു പടിയും കൂടെ. ഞാനൊരു കാര്യം, ഭാരതമടക്കമുള്ള ഏത് രാജ്യങ്ങളും ശരിയായ മാനസാന്തരപ്പെടണമെങ്കിൽ ഈ അധികാരം പ്രാപിച്ച ദൈവദാസന്മാർ കടന്നു വരണം. രോഗശാന്തിയും മരണത്തിൽ നിന്ന് ഉയർപ്പിക്കലും അതേ അത്ഭുത രോഗ സൗഖ്യമുള്ളവർ മാത്രമല്ല, അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്കൊക്കെ വലിയ ഗുണങ്ങളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി പാപത്തെ പറിച്ചു മാറ്റാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികൾ അപ്പോൾ തന്നെ ആ പാപം അവരിൽ കയറാതെ വണ്ണം തങ്ങളെ തന്നെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ദൈനംദിനം നിമിഷത്തിലും സൂക്ഷിക്കുന്നവർ, ഭയമില്ലാത്തവർ, സത്യത്തിൽ പരിശുദ്ധാത്മാവുള്ള അവർക്ക് മാത്രമേ ഈ വചനം ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ വചനവും ദൈവത്തിൻ്റെ വചനമാണ്. ഇത് ദുരുപദേശമല്ല. ഇനി ഇത് ദുരുപദേശമാണെങ്കിൽ ഈ വചനം എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ വചനം വായിക്കണ്ട എന്നും ഈ വചനം ശരിയല്ല എന്നും ക്ലാരിഫിക്കേഷൻ പറയണം സഭകൾ. അല്ലെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് അത്രത്തോളം വളരാൻ കഴിഞ്ഞിട്ടില്ല. ഉഷ്ണവാനുമല്ല ശീതവാനും അല്ലാത്ത ഒരുതരം വാടിയ സ്ഥിതിയിൽ വാട്ടവെള്ള പരുവത്തിൽ ലവോദിക്ക സഭയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന് പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കണം. പക്ഷെ ഒരിക്കലും നമ്മളിതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എന്നെ വിമർശിച്ച് വേണേൽ വിമർശിക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ ഉന്നയിച്ച ഈ കാര്യം ശരിയാണോ, അതിൽ വാസ്തവം എന്തെങ്കിലും ഉണ്ടോ,
അതോ കുറച്ചിങ്ങനെ പരീക്ഷ തത്വങ്ങളൊക്കെ ഒത്തിരി അടിക്കുന്നവരുണ്ട്, ഈ ആകെ അങ്ങോട്ട് കുഴച്ച് മറിച്ച് ഉപദേശിക്കുന്നവരുണ്ട്. അവർക്ക് ഒത്തിരി ന്യായങ്ങളൊക്കെ പറയാൻ പറ്റും. അത് അവിടെ അങ്ങനെയായത്, അത് ഇവിടെ ഇങ്ങനെയാണ്, ആ വചനത്തിനകത്ത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒക്കെ പറയാം. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഞാൻ പ്ലെയിനായിട്ട് വചനം വായിച്ചാൽ മനസ്സിലാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വരലോകം വിട്ടു പിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. ലോകം വെറുത്തോർ വില നാം അന്നാളറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ.